ഈ കോച്ചിങ്ങിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതായത് ഇപ്പോൾ നമുക്കൊരു ബിസിനസ് ഇപ്പം നമ്മളെ സംബന്ധിച്ച് ബ്രേവ് ഇന്ത്യ ആണെങ്കിലും അതൊരു ബിസിനസ് തന്നെയാണല്ലോ. അപ്പോൾ അത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നേട്ടങ്ങളുണ്ട്, എന്നാൽ പ്രതിസന്ധികളുമുണ്ട്, എല്ലാം നേരിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനെ ഒരു അടുത്ത തലത്തിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ഇത് ഏത് ബിസിനസ്, ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ, എത്തിക്കാൻ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രാക്ടീസിങ്, എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? അപ്പോൾ ബിസിനസ് സക്സസ്സിൽ ഞാൻ എൻ്റെ ഒരു ഐഡിയ പറയാം. ആദ്യത്തെ മൈൻഡിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഫെയിലിയർ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല ഇവിടെ. കാരണം നമ്മൾ ചെറുപ്പത്തിലാണെങ്കിൽ നമ്മൾ ഫെയിലാവുന്നത് എന്തോ മോശമാണോ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ എക്സാമിലായി കഴിഞ്ഞാൽ ഫെയിലാവുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു നെഗറ്റീവാണല്ലോ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നൊരു ഇമ്പ്രഷൻ, ഫെയിലാവുക എന്ന് പറഞ്ഞാൽ. പക്ഷേ ഫെയിലിയേഴ്സിന് നമ്മൾ ഫീഡ്ബാക്ക് എന്നുള്ളൊരിതിൽ മാത്രമേ കാണാൻ പാടുള്ളൂ. അതായത് ഫെയിലിയേഴ്സ് ഇല്ല, സക്സസ്സും ഫീഡ്ബാക്കും ഉള്ളൂ. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലെസൺ അല്ലെങ്കിൽ ഒരു ഇൻപുട്ട്, എന്ത് നമ്മൾ കറക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു സിഗ്നൽ മാത്രമാണത്. നമ്മളെവിടെ ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്തോന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിഗ്നൽ തരുന്നു. ഫെയിലിയർ എന്ന് അതുകൊണ്ടാണ് ഈ ഫെയിലിയർ ചെറുപ്പത്തിലായാലും നമ്മൾ എക്സാമിന് ഫെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ആൾക്കാരുണ്ടല്ലോ ഫെയിലായിട്ട് ആത്മഹത്യ ചെയ്ത് കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അതായത് നമ്മൾ ശരിക്കും കുട്ടികളെ ഫെയിലാവാൻ പഠിപ്പിക്കണം എന്നാണ് പറയുക. കാരണം അവരെ ഫെയിലാവാൻ പഠിപ്പിക്കണം. അവർ ഫെയിൽ ചെയ്തിട്ട് ആ ഫെയിലിയർ ഇതിൻ്റെ ഭാഗം, നമ്മളെ നോർമൽ ലൈഫിൻ്റെ ഭാഗമാണെന്ന് അവർക്ക് മനസ്സിലാവണം. അതുകൊണ്ടാണ് ബിസിനസ്സിൽ ഫെയിലാവുന്ന ആൾക്കാർ അവിടെ തന്നെ ഉപേക്ഷിക്കുന്നത്. കാരണം ഫെയിലായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ തോറ്റു എന്നാണ്. പിന്നെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് മാത്രമാണ് നമ്മുടെ മൈൻഡിൽ വരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടി, കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി, ഇനിയും അപ്പോൾ ഇത് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് ഫീഡ്ബാക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റാണ്. എനിക്കൊന്ന് 80% നമ്മുടെ മൈൻഡ് സെറ്റും 20% നമ്മുടെ ആക്ഷനുമാണ്. ആക്ഷൻ എന്തായാലും വേണം, മൈൻഡ് സെറ്റും വേണം. ഈ മൈൻഡ് സെറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ ഒരു റേഡിയോ ട്യൂൺ ചെയ്യുന്നതെന്ന് മനസ്സിൽ വിചാരിക്കാം. അതായത് ഇപ്പം നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് സിഗ്നൽസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു FM റേഡിയോ ആണ്, നമ്മളിപ്പോൾ 98.5 ട്യൂൺ ചെയ്താൽ എന്താ സംഭവിക്കുക, ആ ഒരു ഫ്രീക്വൻസിയിലുള്ള സാധനങ്ങൾ വന്ന് നമ്മളത് കേൾക്കാൻ തുടങ്ങി. നമ്മളത് ക്രിയേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അതുപോലെ ഇത് ഡിബേറ്റ് ചെയ്യുന്നൊരു കൺസെപ്റ്റാണ്. അതായത് ഈ അൺലിമിറ്റഡ് പോസിബിലിറ്റീസ് നമ്മുടെ ചുറ്റുമുണ്ടെന്ന് പറയുന്നത്. നമ്മളതിനെ ഈ റേഡിയോ ട്യൂൺ ചെയ്യുന്ന പോലെ ട്യൂൺ ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമ്മുടെ എന്ത് ഇമോഷൻസ് ആണോ, നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണോ, നമ്മൾ ശരിക്കും ട്യൂൺ ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ബിസിനസ് സക്സസ് ആവുക എന്ന് പറഞ്ഞൊരു പൊട്ടൻഷ്യൽ പോസിബിലിറ്റീസ് അവിടെ ഉണ്ടെങ്കിൽ അത് റിസീവ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്യപ്പെടുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നമ്മൾ സക്സസ്സിലേക്ക് പോവുള്ളൂ. അപ്പോൾ ട്യൂൺ ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ അതിന് അലൈൻഡ് ആയിരിക്കണം. ഇപ്പം നമ്മൾ വളരെ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ബിസിനസ് മാൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നത് ചെറിയ കടങ്ങളെ പറ്റിയും അല്ലെങ്കിൽ എങ്ങനെ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നു, വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ ഫോക്കസ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഒരിക്കലും ആ ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള, ഇപ്പോൾ നമ്മളൊരു അംബാനി അദാനി എടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അവർ അതിൽ ഫോക്കസ്ഡ് ആയിരിക്കില്ല. അവരെപ്പോഴും പുതിയ വിഷനിലേക്കായിരിക്കും ഫോക്കസ്ഡ് ആയിട്ടുണ്ടാവുക. അവർ സ്റ്റേബിളായി ഒരു ലെവൽ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. പക്ഷേ എപ്പോഴാണോ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്, അതായത് നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുകയാണ് ഞാൻ ഓൾറെഡി സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ബിസിനസ്മാൻ ആണ്, നമ്മുടെ ഉള്ളിൽ ആ ഒരു ഫീലും ആ ഒരു ചിന്തയും നമുക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഞാൻ ഓൾറെഡി സക്സസ്ഫുൾ ആണെന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഒരു എനർജി മാറാൻ തുടങ്ങും. നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്ന മാറാൻ തുടങ്ങും. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറാൻ തുടങ്ങും. നമ്മൾ സംസാരിക്കുമ്പോൾ അത് മറ്റുള്ള ആൾക്കാരിൽ പ്രകടമായിരിക്കും. ഞാൻ സക്സസ്ഫുള്ളായിട്ടൊരു ബിസിനസ്മാൻ ആണെന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ കൺവിൻസ്ഡ് ആവും. അതേസമയം നമ്മൾ ഫെയിൽഡ് ആയിരിക്കുകയാണെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ ഒരു എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ഫ്യൂച്ചറിൽ എന്താവണം, എനിക്കത് വേണം എന്നല്ല, ഞാനതായി കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ മൈൻഡിലേക്ക് ഉറപ്പിക്കാൻ പറ്റണം. എന്നിട്ട് നമ്മളത് ഇമോഷണലൈസ് ചെയ്യുക. അതായത് നമ്മൾ ആ ഒരു ഇമോഷൻ, അതായത് അത് ആയി കഴിയുമ്പം നമുക്ക് കിട്ടുന്നൊരു ഇമോഷൻ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും, ചിലപ്പം ഒരു ഫ്രീഡം ഉണ്ടാവും. അതൊക്കെ നമ്മൾ നിലവിൽ ഈ മൊമെൻറ്റിൽ അനുഭവിക്കാൻ പറ്റുമെന്ന് നോക്കുക. അത് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ മാറാൻ തുടങ്ങും. ഇതാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഒരു ബേസിക് ഫിലോസഫി എന്ന് പറയുന്നത്. അതാണ് ഒരു ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അതായത് നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ളൊരു, നമ്മളിപ്പോൾ ഡേ ഡ്രീമിംഗ് എന്ന് പറയില്ല, വെറുതെ ഇരുന്ന് സ്വപ്നം കാണുന്നത്, അതല്ല. നമ്മൾ തീവ്രമായിട്ട് നമ്മുടെ മനസ്സിൽ അതായി കഴിഞ്ഞതായിട്ടുള്ള ചിന്ത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആർക്കും നമ്മൾ തടക്കാൻ പറ്റില്ലെന്ന് പറയാം. നമ്മളവിടെ എത്തിച്ചേരും. കാരണം എല്ലാം അനുകൂലമായിട്ട് വരാൻ തുടങ്ങും പിന്നീട്. അതേസമയം നമ്മൾ ഫെയിലിയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ സക്സസ് ആവാനും നമുക്ക് ഫെയിൽ ആവാതിരിക്കാനും പറ്റില്ല. നമ്മൾ ഫെയിൽ ആയിക്കൊണ്ടേയിരിക്കും. ആർക്കും അതിന് തടയാനും പറ്റില്ല.
അങ്ങനെയുണ്ട്. അതായത് നമ്മൾ അതിലേക്ക് തന്നെ എത്തും. ഈ ഇത് ഒരു ഫെയിലറിനെ കുറിച്ചാണ് കൂടുതൽ നമ്മൾ തിങ്ക് ചെയ്ത് കൊണ്ടുവരുന്നാൽ അത് തന്നെ സംഭവിക്കുള്ളൂ. അത് തന്നെ സംഭവിക്കുള്ളൂ. അത് നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്. അത് നമ്മളിപ്പോൾ ഒരു ഹൈവേയിൽ വണ്ടി പിടിച്ച് പോകാമെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാം. പെട്ടെന്ന് ഒരാൾ ക്രോസ് ചെയ്ത് ചാടിയെന്ന് വിചാരിക്കാം. നമ്മൾ അയാൾ ഇടിക്കാതിരിക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചോ. നമ്മുടെ മനസ്സിൽ അയാൾ ഇടിക്കാതിരിക്കാനാണ് ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ അയാൾ പോയി ഇടിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാം. അതായത് ഈ സൈക്കിള് ചവിട്ടുന്ന സമയത്തായ നമ്മൾ ആദ്യം സൈക്കിൾ പഠിക്കുമ്പോഴേ സ്വാഭാവികമായിട്ട് ഇത് സ്ഥിരം സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ സൈക്കിൾ പഠിക്കുമ്പോൾ നമ്മൾ ദൂരെ കൂടെ പോകുന്ന ഒരാളെ അയാൾ ഇടിക്കില്ലേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അയാളെ തന്നെ കൊണ്ടിടിക്കും. അതെ, കാരണം നമ്മുടെ മനസ്സിൽ ചിന്ത എന്താ, അയാളാണ്, അയാളിലേക്കാണ് ഫോക്കസ്ഡ്. അപ്പോൾ അയാളിലേക്ക് ഫോക്കസ്ഡ് ആകുമ്പോൾ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് ഡ്രൈവ് ചെയ്യും നമ്മളെ. അപ്പോൾ നമ്മളിപ്പം ഒരാൾ ഇടിക്കണ്ടെന്ന് ചിന്തിക്കുന്നതിന് നമ്മളൊരു എം ടി സ്പേസിലേക്ക് ഇടിക്കാനാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ എം ടി സ്പേസിൽ കൊണ്ടുപോയി നമുക്ക് ചിലപ്പോൾ ഇടിക്കാൻ പറ്റും. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്, നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പം നമ്മൾ ഒരാൾ ഇടിക്കണ്ട എന്ന് വിചാരിച്ച് നമ്മൾ അയാൾ പോയി ഇടിക്കും. കാരണം നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, ഇപ്പം മൈൻഡിൽ അങ്ങനെയാണ്. ഇപ്പം ഞാൻ പറയുകയാണ്, ഒരു പച്ച ആനയെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് പറയാമെന്ന് വിചാരിച്ചോ. ശരിയാണ്, പച്ച ആന നമ്മൾ മൈൻഡിലേക്ക് വരും. അതെ, പച്ച കളറുള്ള ആന തന്നെ വരുള്ളൂ. അതെ. അപ്പോൾ നമ്മുടെ മൈൻഡിൽ എന്ത് പറയുന്നു, നമ്മൾ എന്ത് ചെയ്യരുതെന്ന് പറയുന്നതിൽ കാര്യമില്ല. എന്തിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിലേക്ക് നമ്മൾ പോവുള്ളൂ. നമ്മളത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, അതിനെക്കുറിച്ചാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന, അതായത് എനിക്ക് കഷ്ടപ്പാടൊന്നും വരുത്തരുതേ എന്ന് പറയുകയെന്ന് വിചാരിച്ചോ. നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ശരിക്ക് കഷ്ടപ്പാടാണ്. അപ്പോൾ കഷ്ടപ്പാട് വന്നുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ഈശ്വരനെ വിളിച്ച് നമ്മളിൽ പ്രാർത്ഥിക്കുകയെന്ന് വിചാരിച്ചോ, കഷ്ടപ്പാട് വരുത്തരുതെന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടമാനം കഷ്ടപ്പാട് വന്നുകൊണ്ടേയിരിക്കും. കാരണം അത്ര ഡീപ്പ് ഇമോഷനിലാണ് നമ്മൾ കഷ്ടപ്പാടിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ പ്രശ്നമുണ്ട്. കാരണം ഇത് എല്ലാവരും ചെയ്യാവുന്ന കാരണം എനിക്ക് അസുഖങ്ങളൊന്നും വരുത്തരുതെന്ന് പറയില്ലേ, ആ മൊമെൻറ്റിൽ നമ്മൾ അസുഖങ്ങളെ ഇൻവൈറ്റ് ചെയ്യുക ചെയ്യുന്നത്. ശരിക്കും നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക ചെയ്യുന്നത്.